നമ്മുടെ രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണ കേസിൽ തൂക്കിക്കൊന്ന അജ്മൽ കസബിനെ നിരപരാധി എന്ന് വിശേഷിപ്പിച്ച മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വോട്ട് പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് BJPയുടെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആരോപിക്കുന്നു. ഹേമന്ത് കാർക്കറയെ കൊലപ്പെടുത്തിയ ആ വെടിയുണ്ട RSS ബന്ധമുള്ള ഒരു പോലീസുകാരൻ്റെ ആയുധത്തിൽ നിന്നാണെന്നും അത് അജ്മൽ കസബിൽ നിന്നല്ലെന്നും ആരോപിച്ച് മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ വിജയ് വഡേത്തിവാറാണ് ഇപ്പോഴത്തെ വിവാദം ഉണ്ടാക്കിയെടുത്തത്. മുംബൈ ഭീകരാക്രമണ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ഉജ്ജ്വൽ നിഗം ഈ വിവരം മറച്ചുവെച്ചുവെന്നും അദ്ദേഹം പറയുന്നു. 1993 മുംബൈ സ്ഫോടനം, ഗുൽഷൻ കുമാർ കൊലപാതകം, പ്രമോദ് മഹാജൻ കൊലപാതകം, 2013 മുംബൈ കൂട്ട ബലാത്സംഗ കേസ് തുടങ്ങിയ നിരവധി കേസുകളിൽ വാദിച്ചയാളാണ് ഉജ്ജ്വൽ നിഗം. 2016 അദ്ദേഹത്തിന് BJP സർക്കാർ പത്മശ്രീ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം മുംബൈ നോർത്ത് സെൻട്രലിൽ നിന്നും ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ആ പ്രസ്താവനയാണ് BJP ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നത്. ഉജ്ജ്വൽ നിഗം എന്ന നേതാവിനെ സ്ഥാനാർത്ഥി ആക്കിയതിലൂടെ അജ്മൽ കസബിനെ അപകീർത്തിപ്പെടുത്തിയെന്ന് പ്രതിപക്ഷം പറഞ്ഞുവെന്നാണ് BJPയുടെ വിമർശനം. മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ കസബിനെ കുറിച്ചോർത്ത് കോൺഗ്രസ് എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്നും പാകിസ്ഥാനിൽ പോയി കോൺഗ്രസ് വോട്ട് ചോദിക്കുകയാണോ എന്നും ദേവേന്ദ്ര ഫട്നാവിസ് ചോദിക്കുന്നു. വിജയ് വത്തേടിവാർ ചോദിച്ചത് എന്തിനാണ് BJP ഒരു രാജ്യദ്രോഹിയെ സംരക്ഷിക്കുകയും അങ്ങനെയുള്ള ഒരാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആക്കുകയും ചെയ്തതെന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് വത്തേടിവാറിൻ്റെ ഈ പരാമർശം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അധികാരത്തിലേറാൻ പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് BJP. പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നതിൽ മറ്റൊന്നുമില്ലെന്ന് വിവാദത്തിന് പിന്നാലെ BJPയുടെ ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനവാല പറയുകയും ചെയ്തു. ദേശീയതയ്ക്ക് മുകളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സ്ഥാപിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നു.